സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കൊല്ലം സ്വദേശിയാണ് മരിച്ചത്. 11 ദിവസത്തിനിടെയുള്ള 4ാമത്തെ മരണമാണിത്. PR പ്രവീണ ചേരുന്നു വിവരങ്ങളുമായി. പ്രവീണ, ആരോഗ്യ കേരളത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു വില്ലനായി മാറുകയാണല്ലേ? ലക്ഷ്മി, ഈ വർഷം ഇതുവരെ 100-ലേറെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിലാണ് ഇപ്പോൾ ഒരാൾക്ക് മരണം സംഭവിച്ചത്. ഈ മാസം മാത്രം കൊല്ലത്ത് നിന്നുള്ള 2ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഇവർ രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒരു തരത്തിലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രോഗം ഗുരുതരമായിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ അല്പം മുൻപ് മരണം സംഭവിച്ചത്. ഇതോടുകൂടി 11 ദിവസത്തിനിടെയുള്ള 4ാമത്തെ മരണമാണിത്. ഈ വർഷം ഇതുവരെ 25 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 100-ലേറെ പേർക്കാണ് ഈ വർഷം ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, കുളം അങ്ങനെയൊക്കെയാണ് അമീബയുടെ സാന്നിധ്യം ഉള്ളതെന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത്തവണ അതെല്ലാം മാറി കിണറുകളിലും വാട്ടർ ടാങ്കുകളിലും വരെ പ്രശ്നമുണ്ടോ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. തീർച്ചയായും കുടിക്കുന്ന വെള്ളം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കുളിക്കുന്ന വെള്ളം കൂടി ശ്രദ്ധിക്കേണ്ട സ്ഥിതിയിലാണ് നമ്മൾ ഉള്ളത്. അത് വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഈ മരണനിരക്ക് സൂചിപ്പിക്കുന്നത്. PR പ്രവീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും.